അപ്പൊ തുടങ്ങാം. ഞാൻ ചെയ്യുന്ന ജോലിയിൽ കോൺഗ്രസിനെതിരെയും കമ്മ്യൂണിസ്റ്റിനെതിരെയും ഒരുപാട് വിളിച്ചു കൂവി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ? എന്താണ് സത്യത്തിൽ കേരളത്തിലെ BJP എന്ന പാർട്ടി? ഈ പറഞ്ഞതിന് വേറൊരർത്ഥം ഇല്ലേ? ഏയ് അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. വിദേശത്തുള്ള തന്തയുടെയും തള്ളയുടെയും പണക്കൊഴുപ്പില് നാട്ടിൽ അവരാധിച്ച് നടക്കുന്ന പൊതുവാൾജി എനിക്കിനെ ചോര കളക്കണ്ടട്ടാ. കൂൾ ഡൗൺ KRP, കൂൾ ഡൗൺ. സാരമില്ല, ഇങ്ങോട്ട് പോന്നപ്പോ ഞാൻ ഇതിൽ കൂടുതൽ പ്രതീക്ഷിച്ച. ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ചില തെണ്ടിപ്പിള്ളേരല്ലേ, അതേപോലെയാണ് കേരളത്തിലെ BJPയുടെ നേതൃത്വം. അല്ല, എന്തെങ്ങനെയൊക്കെ പറയണേ? പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം? പരസ്പരം കുത്തിരി പിടിച്ച് കഴുത്തിൽ കത്തിവെച്ച് കുതികാൽ വെട്ടി എനിക്കെല്ലാമായി തൃപ്തിയായി. കേരളത്തിലെ BJPയുടെ ഉന്നതര് അതിങ്ങനെ ആഘോഷം നടത്തുകയാണ്. ഉന്നതർ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ചില ബഹുമാനം കൊണ്ട് പറഞ്ഞു പോയതാണ്, ബഹുമാനം കൊടുത്തു പോയതാണ്. ഒരു നാട്ടു നടപ്പ് അത്രേ ഉള്ളൂ. പിന്നെ നമ്മുടെ പ്രസിഡന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അന്നേരം 10 പറയണമെന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. ജീവിതത്തിൽ ഇതുവരെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ട് പോലും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു പാർട്ടി പ്രസിഡന്റാണ് നമുക്കുള്ളത്, BJPക്കുള്ളത്. നമുക്ക് കിട്ടുന്ന വെച്ചല്ലേ. പാച്ചേട്ടാ, അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. അപ്പൊ നീ എനിക്ക് പുല്ലുവിലൂടെ തരുന്നത്? പുല്ലുവില. നാലാളുടെ മുന്നിൽ നിന്ന് നാട്ടുകാർക്ക് മനസ്സിലാവുന്ന 4 വാക്ക് പറയാൻ ഇനിയും അറിയാത്ത ഒരുത്തനാണ് BJPയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. തുറന്നു പറയുകയാണെങ്കിൽ നാട്ടുകാർക്കെല്ലാം നിങ്ങളെ പറ്റി വളരെ മോശം അഭിപ്രായമാണ്. ഇത് നീ ചോദിച്ചു വാങ്ങിച്ചതാണ്, ഇനി ചോദിക്കരുത്. നേതാവെന്ന് പറയുമ്പോൾ നേതൃഗുണം വേണ്ടേ, ആർജവം വേണ്ടേ? ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഞാനും ജപ്പാൻ ജി യോജിച്ചു പോകുമെന്ന് തോന്നുന്നില്ല. ഒരു കാട്ടിൽ തന്നെ 2 സിംഹം വേണോ? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ. അണികളിൽ വിശ്വാസം വളർത്താനുള്ള പ്രവർത്തക ശേഷി വേണ്ടേ? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഒന്ന് ചോദിക്കട്ടെ സുരേന്ദർ ജി, ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾ ഇതുവരെ ഇടപെട്ടോ? നീ ഉണ്ടായിട്ടുള്ളൂട്ടാ. സജി, നീ മാത്രം ഉണ്ടായുള്ളൂട്ടാ. തോമ വിചാരിച്ചു ഭൂമിയിൽ ഉശിരുള്ള ആൺചെറുക്കൻ ഞാൻ മാത്രമാണെന്ന്. അല്ല, ഇനിയെങ്കിലും എല്ലാരെയും കൊണ്ട് അതും ഇതും പറയിക്കാതെ ഒരു നല്ല രീതിക്ക് ജീവിച്ചൂടെ? ഞാൻ പോയിട്ട് പിന്നീട് എന്തെങ്കിലും വരാം. ഞാൻ മറ്റാരുടെയും പേര് വിളിച്ച് ചോദിക്കാത്തത് എനിക്കറിയില്ല സുരേന്ദ്ര. എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. താൻ ആരുവാ? നാരായണ പൂരായണ. തന്റെ കാര്യം ഞാൻ ഏറ്റു. ഏറ്റു സംശയിക്കില്ല, ഞാൻ ഏറ്റു. ആരാണിപ്പോൾ കേരളത്തിലെ BJP നേതൃത്വമെന്ന്? നിനക്ക് ഗുരു കൊണ്ടുപോകൂടാ. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ, ഇതിലേക്ക് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇനിയും കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. നീ ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.